എന്റെ മനസ്സിലുള്ളത്. പക്ഷെ അങ്ങനെ ചൊല്ലി കുറച്ച് ചൊല്ലുന്നത് അതിന്റെ അവസാനത്തെ വേണ്ടി മണിക്കൂർ പ്രസ്താവനയെ നമുക്ക് തന്നിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മുടെ പ്രസ്താവിന്റെ കാര്യങ്ങൾ പറയാമെന്നുള്ളതെന്ന് അതിൽ പറഞ്ഞിട്ടാണ്. അത് പ്രസ്താവന നമ്മളെ പോയി ചോദിക്കാൻ അതാണ് പറയുന്നത്. ഈ ദൈവത്തിൻ്റെ പറയാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ജീവിക്കുന്ന ദർശനമൊക്കെ പോകുന്നുണ്ടോ അങ്ങനെയുള്ള സമയങ്ങൾ അങ്ങനെയാണ് അത് പറഞ്ഞു തന്നിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കി ചെയ്തത് അങ്ങനെയല്ല അതായത് പ്രസ്താവ് ചോദിക്കാൻ പോലും അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ആ ദൈവത്തിന്റെ ലക്ഷണം വെച്ചിട്ട് പറയാമെന്നുള്ളതാണ്. ജ്യോത്സ്യത്തിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാണ് തോന്നുന്നു അതിന്റെ കൂടെ പറയുന്നത്. പ്രസ്താവ് ചോദിച്ചു കഴിഞ്ഞാൽ പ്രശ്നം നോക്കാൻ വേണ്ടി രാജ്യം നോക്കാൻ വേണ്ടി അങ്ങനെ പറയാമെന്നത് ഈ മഹാ ദേവതാത്മ സ്വരൂപം ഉള്ളതുകൊണ്ട് അതിനെ പറയാൻ പോകുന്ന ആണ് പിടിച്ചത് എന്ന് പറയുന്നത്. അവരെ കാര്യം ഇത് പറയാമെന്നാണ് അതിന്റെ ലക്ഷണം നോക്കി പറയാമെന്നാണ്. സ്നേഹോ പ്രകൃതിയെ വർത്തിനി വർത്തിരാത്മ. അതായത് ഒരു ദൈവത്തിന്റെ വിളക്കിന്റെ വിളക്കാണ്. അതിന്റെ ദേഹം എന്ന് പറയുന്നത് സ്നേഹമാണ്, എണ്ണ. ദേഹം എന്ന് പറയുന്നത് എണ്ണ, ദേഹം എന്ന് പറയുന്നത് എണ്ണ. പ്രകൃതിയെ വർത്തിനി അതിനുള്ളിലായിട്ടുള്ള പിരിയാണ് അതിന്റെ ആത്മാവ്, ഇതിന്റെ സ്വരൂപമാണ് പറയുന്നത്. അതിന്റെ ജ്വാലയാണ് അതിന്റെ ആത്മാവ് എന്ന് പറയുന്നത്. ജ്വാലാത്മാവല്ല, ജ്വാല ആയുസ്സാവുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ജ്വാല ഒരിക്കലും ആത്മാവായിട്ട് പറഞ്ഞു കേട്ടിട്ടില്ല. അന്ന് പറഞ്ഞത് ആയുസ്സെന്നാണ് പറയുന്നത്. അങ്ങനെ വലിയ ചോദ്യത്തിന്റെ ഉത്തരം പറയുമ്പോൾ അന്ന് പറഞ്ഞത് ജ്വാല ആയുസ് എന്ന് പറയുന്നത് ആത്മാവെന്ന് പറഞ്ഞു. ആത്മാവ് തീർത്തും തെറ്റാണ്. ആയുസ്സാണ് ജ്വാല അതിന്റെ വിമലത സുഖത്തെയും ദൈവത്തിന്റെ മാത്രമാണ് അതിന്റെ ഭാവം. മൃദുപരുഷ അതായത് മൃദുവായിട്ടുള്ള കാര്യം പരുഷഗുണം ശത്രുവയും ഇതുപോലെ സൂചിപ്പിക്കുന്നു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രസ്താവിന്റെ വായിക്കാം എന്ന് പറയുന്നത് കൃത്യമായിട്ട് നമുക്ക് പറയാം. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെയുള്ള ഈ മഹാത്മാവായ ദേവതൻ ദേവതാ സ്വരൂപമാണ് ഈ ദൈവത്തിന് നൽകിയിട്ടുള്ളത്. സ്വരൂപമാണ് മഹാദേവതാത്മാ സ്വരൂപമാണ്. ദേവന്മാരുടെ വീട്ടുകൂടമായ മഹാദേവതാത്മാ സ്വരൂപ ആത്മാവ് അല്ലെ, ആത്മാവാണ്. ഈ സ്വരൂപത്തോട് കൂടിയ ജീവൻ ദേവന്മാരുടെ ആത്മാവാണ് എന്നല്ലേ ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ ചോദിച്ചു ആത്മീയ സ്വരൂപം എന്താണ്. അപ്പോൾ അങ്ങനെയാണോ ചോദിക്കണമെന്ന് സംശയം അനുഭവപ്പെടുന്നു. കാരണം പറഞ്ഞാൽ ഇങ്ങനെയുള്ള സ്വരൂപത്തോടു കൂടിയ ആത്മീയ ദേവന്മാരുടെ ആത്മാവാണ് ദേവതാത്മാ അല്ലെ, അങ്ങനെയല്ലേ ചോദിക്കുന്നത്. സ്വരൂപം തന്നെ അത് കുഴപ്പമില്ല. പക്ഷെ അത് ചോദിക്കുന്നത് ഇങ്ങനെ ദേവത ആത്മാവല്ലേ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് അങ്ങനെയാണോ ചോദിക്കുന്നത് ദൈവത്തിന്റെ സ്വരൂപമാണ് ഇതിനെക്കുറിച്ച് പറയുന്നതാണ്. സ്വരൂപം എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു. സ്വരൂപവും ലക്ഷണം ഏകദേശം സമാധാനം. കാരണം പാത്രമാകുമ്പോൾ പറഞ്ഞ ലക്ഷണം സമാധാനം ഇത് മാത്രമാണ്. മറ്റുള്ള ഇതില്ലാത്ത ദൈവങ്ങളുണ്ട് എന്നല്ല, ഇതില്ലാത്ത പാത്രമില്ലാത്ത ദൈവങ്ങളുണ്ടല്ലോ. അപ്പൊ അങ്ങനെ പാത്രമില്ലാത്ത ദീപങ്ങളില്ല. ഈ പാത്രം ഇതല്ലാണ്ട് വേറെ പാത്രം ഞാൻ കണ്ടിട്ടില്ല. അവിടെ എല്ലാവരും കത്തിക്കുന്നില്ലേ? പാത്രമില്ലാത്ത ദീപങ്ങളില്ലേ അങ്ങനെ അല്ലേ സംഭവം? അതെ, ഇനി എവിടെയും കാട്ടുന്നോ പാത്രമില്ലാതെ കത്തുന്നു എന്നൊക്കെ പറഞ്ഞു. സ്ഥലത്ത് കത്തിച്ചു കഴിഞ്ഞാൽ അത് പാത്രമില്ലാതെ തന്നെയല്ലേ കത്തിച്ചു. നമ്മൾ വെറുതെ സ്ഥലത്ത് വെറുതെ കത്തിച്ചു കഴിഞ്ഞാൽ അത് കത്തുന്നല്ലേ പാത്രം. അവിടെ നല്ല പാത്രമുണ്ടോ? പാത്രം അഗ്നി നിർദ്ദേശിച്ച ഒട്ടാനെ ചോദ്യം വെറുതെ എന്ന് പറഞ്ഞാൽ ശരിക്കും കത്തിക്കുന്നു. അതിനവിടെ പ്രത്യേകിച്ച് പാത്രം വെക്കുന്നുണ്ടോ? പാത്രം വാങ്ങുന്നുണ്ട് എവിടെ? ഇപ്പൊ
ഇതിനകത്ത് ഇപ്പൊ ഒരു പാത്രം പറഞ്ഞത് ഇപ്പം അതിന്റെ സ്ഥായിയായിരിക്കും രൂപത്തോടുകൂടിയിരിക്കുന്ന പാത്രം എന്ന് അർത്ഥമാക്കുന്ന കാര്യമില്ല. ഒരു നമ്മുടെ എല്ലാവരും ദൈവമാവണം. നമ്മൾ ദൈവം എന്ന് പറയുമ്പോൾ താങ്കളിനാലും ദൈവമാണ് അത്രയും ഭയങ്കര മഹത്വം കാണുന്നത്. മറ്റേത് അഗ്നിയാണ്, സ്വതവേ അഗ്നിയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് അഗ്നി വെറുതെ കത്തിയില്ല. ഒരു ഉപനിഷത്തിൽ ഒരു ഗുരു ശിഷ്യനും തമ്മിലുള്ള കഥ പറയുന്നുണ്ട്. അപ്പൊ ആ കഥയിൽ പറയുന്നത് പറഞ്ഞത് എന്താണ് ഈ പരമാത്മാവ്, എന്താണ് ചൈതന്യം എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ ചോദിക്കുന്ന സമയത്ത് ഈ പലതും പറഞ്ഞ കുട്ടിക്ക് മനസ്സിലാവില്ല. അപ്പൊ മനസ്സിലാവാത്ത സന്ദർഭത്തിൽ ഇദ്ദേഹം പോയിട്ട് കുട്ടിയോട് പറയും, നീ അകത്ത് പോയിട്ട് ഈ അഗ്നി എടുത്തിട്ട് വരുന്നു. അപ്പോൾ കുട്ടി പോയിട്ട് നേരെ ഒരു പഠനത്തിലേക്ക് പോയി അഗ്നി എടുത്തിട്ട് വരുന്നു. അപ്പോൾ ദീപം എടുത്തിട്ട് വന്നപ്പോൾ അദ്ദേഹം പറയും, വിളക്കെടുക്കാനാണ് ഇവിടെ പറഞ്ഞിട്ടില്ല, ദീപം അഗ്നി എടുക്കാനാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുട്ടി തിരിച്ചുപോയി വീണ്ടും ഒരു 12 കത്തിച്ചു കൊണ്ട് തീ കൊണ്ടുവരും. അപ്പോൾ അദ്ദേഹം പറയും, ഞാൻ ഇവിടെ വീണ്ടും 12 കൊണ്ടുവരാനല്ല പറഞ്ഞത്, അഗ്നി കൊണ്ടുവരാനാണ് പറഞ്ഞത്. അപ്പോൾ വീണ്ടും ആകുമ്പോൾ ഒരു ചട്ടിയും ഇതേപോലെ അഗ്നി കൊണ്ടുവരും. അപ്പോൾ പറയും, നീ ചോദിച്ചില്ല അനുവദിക്കണം. ഇപ്പൊ ദൈവം എന്നിരിക്കുന്ന സങ്കല്പത്തിന് വർദ്ധിക്കണമെങ്കിൽ ഒരു ശരീരം വേണം. അത് നമ്മുടെ ഇവിടെ വിഷയമില്ല. അതേപോലെ ഈ അഗ്നി എന്നുള്ളത് അതേ പ്രധാനമാണ്. കാരണം എന്ന് പറഞ്ഞാൽ അഗ്നി ഇങ്ങനെ പറഞ്ഞു വെറുതെ അഗ്നി കത്തുന്നു, ഒരു കാരണവശാലും വെറുതെ അഗ്നി കത്തുന്നു. ഈ പിടിക്കുന്നത് മാധ്യമങ്ങളാണ്. അപ്പോൾ അങ്ങനെയായ മാധ്യമങ്ങളുടെ കാര്യങ്ങൾ മാധ്യമം പാത്രമാകുമോ എന്നാണ് അങ്ങനെയാണ് ഒരു ലക്ഷണം എന്ന് പറയുമ്പോൾ ഇതിനെല്ലാം വേണ്ടത് മാത്രം സ്നേഹം, എണ്ണ വേണം. ഇതൊക്കെ ചെയ്യുന്നത് നല്ലൊരു ദൈവം. മാത്രം ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഈ വിളക്ക്, പിന്നെ ചിരാതായാലും അതും ഒരു ഇതാണ്. പിന്നെ മെഴുകുതിരി എന്ന് പറയുന്നത്, മെഴുകുതിരി എന്ന് പറഞ്ഞാൽ മെഴുകി നമ്മൾ കാണുന്നില്ല. അതിന് നമ്മൾ നിങ്ങളാണെങ്കിൽ ഇപ്പൊ തീ അതിന് ദശയായിട്ട് എണ്ണയായിട്ട് മെഴുകു പറഞ്ഞാൽ ആ മെഴുകിന് അതിൻ്റെതായ ഒരു രൂപം പാത്രത്തെ കൽപ്പിക്കപ്പെടുന്നുണ്ട് ഇല്ലേ? മെഴുകിൻ്റെതായ ഒരു പാത്രത്തെ ഇല്ലാതെ പോകുന്നില്ലേ? അങ്ങനെയായ ഈ വിളക്കായി നല്ലൊരു കൊല്ലന്റെ ആലയെ കൊണ്ടുപോയാൽ അതിന്റെ ചുണ്ടിലേക്ക് ഈ വിളക്കിൻ്റെതായ ഈ പാത്രങ്ങൾ കൊണ്ട് വസ്തു ഇല്ലാതെയാവും. അതുപോലെയാണ് ഈ മെഴുക് അതിൻ്റെതായ പദാർത്ഥങ്ങളുടെ കൊണ്ട് മാത്രമാണ് മെഴുകിന് തീരെ താല്പര്യമില്ലാത്തതുകൊണ്ടും ഈ ലോഹങ്ങൾ തന്നെ പുറമെ വേറെ ആശയത്തിലേക്ക് പോകേണ്ടി വരും. ഈ സംഭവം ദൈവം ഈ പാത്രം കത്തി ഇല്ലാതാക്കണമെങ്കിൽ വേറൊരു കാര്യം വേണ്ടി വരും. മറ്റ് താങ്കൾ പറഞ്ഞ മെഴുകുതിരി എന്ന് പറയുന്നത് ആ തീ കത്തി ആ കത്തുന്ന സമയത്ത് തന്നെ അത് ഇല്ലാതെ പോവുകയാണ്. അപ്പൊ പാത്രം ആ സമയത്ത് പാത്രം ഉണ്ടായോ അതൊക്കെ മെഴുകി കത്തി അതിനൊരു പാത്രത്തിൻ്റെതായ അവസ്ഥ രൂപപ്പെടുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് പ്രത്യേകിച്ച് ലക്ഷം പറയേണ്ടത്. അംഗീകരിക്കണമെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെയല്ല എന്ന് പറഞ്ഞ് അംഗീകരിക്കുക. എല്ലാ ദിവസവും ഞാൻ എല്ലാ ദൈവത്തിന് എന്തായാലും നമ്മൾ ദൈവം എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേക ഞാൻ പറഞ്ഞ ശരിയല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാത്ത എന്ന് പറയണം. അല്ലാതെ ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കുന്ന ശരിയില്ല. എന്തുകൊണ്ട് അങ്ങനെ എല്ലാം അല്ലെങ്കിൽ പാത്രം വേണമെന്നുള്ള എന്റെ അഭിപ്രായം. അത് മാത്രമല്ല കത്തിക്കൊണ്ടിരിക്കുമ്പോഴും ആ കത്തിക്കെടുന്നവരെ മെഴുകുതിരി എന്ന പാത്രം കഴിയുന്നതോടുകൂടി ആ തിരി കത്തി അവസാനിക്കുകയും ചെയ്യും. അപ്പൊ ആ കത്തുള്ള കാലം അത്രയും അതിന് അതിൻ്റെതായ പാത്രം എന്നതായ അവസ്ഥയിൽ അത് മെഴുകൊണ്ടുണ്ടാകാൻ ഒരാളെ ഈ എണ്ണ പോലെ മാത്രമല്ലേ അത് അല്ല മനസ്സിലാക്കിയത് ശരിയല്ലാന്ന് പൂർണ്ണമായി പറഞ്ഞില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പ്രത്യേകിച്ച് ലക്ഷം വേണ്ടിയിട്ട് പറയുന്നത് അപ്പൊ ഒന്നുകിൽ പൂർണ്ണമായിട്ട് ഞാൻ ശരി അല്ലെങ്കിൽ
താങ്കൾ പറയുന്നത് ശരിയാക്കാനുള്ള പ്രസ്താവിക്കും. താങ്കൾ പറഞ്ഞതാണെങ്കിലും അങ്ങനെ ആവട്ടെ, നമുക്ക്